ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പലരെയും ചതിച്ചു. വന്ന വഴിയിൽ ഒരുപാട് പേരുടെ നിലവിളികളുണ്ട് അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു ചന്ദ്രശേഖർ റാവുമായി മാറുന്നൊരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പുള്ളി ഒരു പോക്കറ്റ് സംഘടനയാക്കി ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ മാറ്റാൻ നോക്കി ജനങ്ങളുടെ ഇടയിൽ. കോൺഗ്രസിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നതിന് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടാനായിട്ടുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടി തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിന് ഇനി ദില്ലിയിലെ മുഖ്യമന്ത്രി പോയിട്ട് ദില്ലിയുടെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് പോലും ആവാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. രാജൻ ഭായ് നമസ്കാരം. ആം ആദ്മി പാർട്ടി ഇന്ത്യയുടെ ഭരണം പിടിക്കും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ളൊരു ധാരണയോടുകൂടി വന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തന്നെയാണ് AAP എന്ന് പറയേണ്ടി വരും. കാരണം അണ്ണാ ഹസേരയും അരവിന്ദ് കെജ്രിവാളും കൂടെ ആരംഭിച്ച സമരങ്ങളാണ് കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ 2009 കോൺഗ്രസ് സർക്കാർ പരാജയപ്പെടാനായിട്ടുള്ള കാരണം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ AAP പല കഷ്ണങ്ങളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെട്ടു, പഞ്ചാബിലെ ഭരണം ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇന്ന് പുതിയൊരു വാർത്ത പുറത്തു വരുന്നത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഏകദേശം 16ഓളം ആളുകൾ, കൗൺസിലർമാർ ചേർന്ന് അവിടുത്തെ മുഖ്യ കൗൺസിൽ ലീഡറായിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിൽ ലീഡറായിട്ടുള്ള മുകേഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ 16ഓളം ആളുകൾ AAP വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു, ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി. എന്താണ് ഇനി AAPയുടെ അവസ്ഥ? അല്ല, AAP പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ സ്വയം കുളിച്ച കുടിയിലാണ് വീണ് നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ 2009 2012 ഈ 11-12 കാലഘട്ടത്തിലാണ് അണ്ണാ ഹസാരയുടെ ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനവും അവരുടെ ഉപവാസ സമരങ്ങളും ഒക്കെ നടക്കുന്നത്. അണ്ണാ ഹസാരയുടെ ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ. അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ ഒരു ശ്രമം, ആ ശ്രമത്തിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളായി. അരവിന്ദ് കെജ്രിവാളും കിരൺ ബേദിയുമായിരുന്നു അന്ന് അണ്ണാ ഹസാരയുടെ റൈറ്റ് ഹാൻഡായിട്ടും ലെഫ്റ്റ് ഹാൻഡായിട്ടും നിന്നിരുന്നത്. അതിനകത്ത് കിരൺ ബേദി പിന്നീട് BJP പോകുന്നു, അഡ്രസ് ഇല്ലാതെ പിന്നീട് ലഫ്റ്റനൻറ്റ് ഗവർണറൊക്കെ ആയിട്ട് പലയിടത്തും, അത് ആൻഡമാനിലൊക്കെയാണ് കൊണ്ടുപോയിട്ടത്. അരവിന്ദ് കെജ്രിവാൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പലരെയും ചതിച്ചിട്ടുണ്ട്. വന്ന വഴിയിൽ ഒരുപാട് പേരുടെ നിലവിളികളുണ്ട് അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ. കാരണം യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ഒരാളുടെ ബുദ്ധിയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം കണ്ടെത്തുന്നതിൽ, അതേപോലെ തന്നെ അവരുടെ ക്യാമ്പയിനിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് ഉപയോഗിക്കപ്പെട്ടത് യോഗേന്ദ്ര യാദവിൻ്റെ ബുദ്ധിയാണ്. പക്ഷേ ആ യോഗേന്ദ്ര യാദവിനോട് അദ്ദേഹം നീതി കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. യോഗേന്ദ്ര യാദവിനെ ഓരോരുത്തരെയും അങ്ങനെയായിരുന്നു, യൂസ് ആൻഡ് ത്രോ എന്നുള്ളത്. ആകെ മനീഷ് സിസോദിയെ ഇയാളും തമ്മിൽ അത് ആ ബന്ധത്തിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളായിരിക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലയിടത്തും വരുന്നുണ്ട്. കാരണം മനീഷ് സിസോദിയെ മാത്രമാണ് ഇദ്ദേഹം വിശ്വസ്തരായിട്ട് കൂടെ നിർത്തുന്നത്. ഒരു ഘട്ടത്തിൽ കുടുംബവാഴ്ചയ്ക്കെതിരെയും ബാക്കിയുള്ളതൊക്കെ ഷീലാ ദീക്ഷിതിനെതിരെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഷീലാ ദീക്ഷിതാണ് ദില്ലിയാക്കി എടുത്ത് നോക്കുക. ഷീലാ ദീക്ഷിത് ഒരു നല്ല കറകളഞ്ഞ ഒരു ലീഡറായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. കോൺഗ്രസിനോടുള്ള എതിർപ്പിന് ഷീലാ ദീക്ഷിതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഷീലാ ദീക്ഷിതിനെതിരെ അത്രയും നല്ല സംശുദ്ധമായ പ്രതിച്ഛായകളുള്ള ഷീലാ ദീക്ഷിതിനെ നാട്ടുകാരുടെ മുമ്പിൽ കള്ളി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇവർ നേതൃത്വം കൊടുത്തത്. അങ്ങനെ വന്നു. അപക്വമായ പല തീരുമാനങ്ങളും അരവിന്ദ് കെജ്രിവാൾ പല ഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പം ഈ ധൂർത്തിനെതിരേക്ക് നിരന്തരമായി ക്യാമ്പയിൻ നടത്തിയ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം CM ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കോടിക്കണക്കിന് രൂപയാണ് അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെലവഴിച്ചത്. അതിന് കൂടുതൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെയുള്ള പിന്നെ അദ്ദേഹം അകത്താവുന്നത് എന്താ സംഭവം? ഈ ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട മദ്യനയത്തിൽ ഇയാളുടെ കൂട്ടുപ്രതി ആരാ? ചന്ദ്രശേഖർ റാവുവിൻ്റെ BRSലെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിതയാണ് ഇയാളുടെ കൂട്ടുപ്രതി. ഇവർ തമ്മിലുണ്ടാവുന്ന അഴിമതി വിരുദ്ധ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് ചന്ദ്രശേഖർ റാവു അഴിമതിന് അങ്ങേത്തലയാണെന്നുള്ളത് നമുക്കറിയാം. ചന്ദ്രശേഖർ റാവു മാത്രമൊന്നുമല്ല, ഇപ്പോൾ BJPയുടെ കൂടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവും മോശമില്ല, എതിർപക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയും മോശമില്ല. അവിടത്തേക്ക് ഒരു പൊളിറ്റിക്സ് അങ്ങനെ തന്നെ. കർണാടകയിലെയും ആന്ധ്രയിലെയും ഒക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ്, തമിഴ്നാട്ടിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ മാത്രമാണ് ഇത് അത്രയൊന്നും. ചന്ദ്രശേഖർ റാവുവിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആസ്ഥാന ചതിയനാണ് അദ്ദേഹം. കാരണം തെലങ്കാന ആന്ധ്രാപ്രദേശ് സർക്കാർ രണ്ട് സംസ്ഥാനങ്ങളാക്കി തിരിക്കുന്ന സമയത്തൊക്കെ കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് ചന്ദ്രശേഖർ റാവു. പക്ഷേ അതിനുശേഷം പിന്നീട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു ചന്ദ്രശേഖർ റാവുമായി മാറുന്നൊരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയും കിട്ടിയല്ലോ. രേവന്ത് റെഡ്ഡി അഡ്രസ് ഇല്ലാതെ ഇനിയിപ്പോൾ തിരിച്ചുവരവൊക്കെ അസാധ്യമാണ്. കാരണം
വിശ്വസ്തനല്ല എന്നുള്ളത് എല്ലാ പാർട്ടികൾക്കും ബോധ്യമായിട്ടുണ്ട്. നമ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആൾക്കാർ ശ്രദ്ധിക്കും. ആരും മുന്നണിയിലോട്ടൊന്നും അത്ര പെട്ടെന്ന് നടക്കത്തില്ല. ഇപ്പോൾ PC ജോർജിന് കേരളത്തിൽ പറ്റിയിട്ടുള്ള അപകടം അത് തന്നെയല്ലേ? ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പോൾ BJP പോയപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റും, നമ്മളെ വിഷയം പടിമാറും പതിവ് പോലെ തന്നെ. ഈ അരവിന്ദ് കെജ്രിവാൾ കവിതയുമായി ചേർന്ന് അവരുടെ അടുത്ത് നിന്ന് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയും അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ വ്യക്തിപരമായിട്ടാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. എന്തായിരുന്നാലും അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതിനകത്ത് ലോക്കായി അകത്ത് പോകുമ്പോഴും ഇദ്ദേഹം ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ മുമ്പിൽ നിർത്താൻ നോക്കി, മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പം എതിർപ്പ് വന്നപ്പോഴാണ് പിന്നെ അതിശയെ പിടിച്ചിട്ട് CM ആക്കുന്നത്. എന്തായിരുന്നാലും അവർ അഡ്രസ്സ് കഴിഞ്ഞു. പിന്നെ പഞ്ചാബിനകത്താണ് ഇവർക്ക് ഭരണം പിടിക്കാൻ കിട്ടിയത്. പഞ്ചാബിൽ സംഭവം നല്ലൊരു CM ആണ്. വളരെ സത്യസന്ധമായി ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്ന ആളാണ്. പുള്ളിക്കെതിരെ ആകെയുള്ളൊരു അലിഗേഷൻ പുള്ളി വേദികളിൽ വരെ മദ്യപിച്ച് വരുന്നു എന്നൊക്കെ ഉള്ളത് മാത്രമാണ്. പക്ഷെ പുള്ളി മദ്യപിക്കുന്നുള്ളൂ. പുള്ളിയെ പറഞ്ഞിട്ടുണ്ട്, നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില പ്രയാസങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ ബേസിക്കലി മദ്യപിക്കുന്ന ആളാണെന്ന് സ്വീകരിക്കാം. പക്ഷെ പലപ്പോഴും ഞാൻ നിർത്തുമ്പോൾ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ അവരും വേണമെങ്കിൽ വിട്ടുപോകും. AAP വിട്ടുപോയിട്ട് വേറെ സ്വതന്ത്രമായി ഒരു പഞ്ചാബിലെ ഒരു പാർട്ടി മാത്രമായിട്ട്, കാരണം പ്രാദേശിക പാർട്ടി നിൽക്കും. സംസ്ഥാന പാർട്ടിയായാൽ മതി, കാരണം ദേശീയ മോഹങ്ങളൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാളിനും മമതാ ബാനർജിക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ നിതീഷ് കുമാറിനുണ്ടായിരുന്നത് പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. എല്ലായിടത്തും പോയിട്ട് മത്സരിച്ചില്ലേ? ഗോവയിൽ പോയി മത്സരിച്ചു, അവിടെ ഇവിടെ എല്ലായിടത്തും പോയി മത്സരിച്ചു. കേരളത്തിൽ കിഴക്കമ്പലത്തെ 2020 അവർ ഒരു അലയൻസിലേക്ക് എത്തുന്നു. ആ സമയത്ത് 2020 ഇവർ ലയിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ സാബു ജേക്കബിന് അതിനുള്ള ഒരു ബുദ്ധിയുള്ളതുകൊണ്ട് ലയിക്കാതിരുന്നുകൊണ്ട് പുള്ളി നാണം കെട്ട് പോയാനെ. ഇപ്പം 2020 അവരുടെ വലിയൊരു മഹാസമ്മേളനം വിളിച്ചു. അതിനകത്ത് ഇദ്ദേഹം ഉദ്ഘാടകനായിട്ട് അരവിന്ദ് കെജ്രിവാൾ വന്നു എന്നതും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നു എന്നുള്ളതും വലിയ പരിക്കുണ്ടാക്കുന്നില്ല. പക്ഷെ പാർട്ടിയിൽ ലയിപ്പിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞു. ഇപ്പം അതുകൊണ്ട് 2020 ഇപ്പോഴും ഒരു അംഗത്തിനുള്ള ബാല്യമൊക്കെ ഉണ്ട്. എറണാകുളം ജില്ലയ്ക്കകത്ത് പല സീറ്റുകളിലും അവർക്ക് പല രീതിയിലും പോകാനും കഴിയും. ഓക്കെ, അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി അരവിന്ദ് കെജ്രിവാളിന് സ്വീകാര്യനായി തിരിച്ചു വരാനുള്ള കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ വരെ ഉപയോഗിച്ച് വലിച്ചെറിയത്. അങ്ങനെ ഓരോരുത്തരെയും പുള്ളി ഒരു പോക്കറ്റ് സംഘടനയാക്കി ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ മാറ്റാൻ നോക്കി. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിദേശത്ത് ഉള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ, മറ്റു രാജ്യങ്ങളിൽ കുടിയേറി അവിടുത്തെ പൗരത്വം സ്വീകരിച്ച ആളുകൾ, അങ്ങനെയുള്ളവരിടത്തുനിന്ന് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് പുള്ളി ഈ പാർട്ടിയുടെ ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് ഓപ്ഷൻ എന്ന രീതിയിലാണ് ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടെന്ന് തെളിയിക്കാനും പറ്റി അരവിന്ദ് കെജ്രിവാളിന്. പക്ഷേ അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വയം മറന്ന് അഹങ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ സംഭവമായി, എന്നേക്കാൾ അപ്പുറം ആരുമില്ല എന്ന് മറ്റുള്ളവരെ എല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. പിന്നെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത്. അഴിമതിക്കെതിരെയുള്ളൊരു പ്രസ്ഥാനം എന്ന് വന്ന ആളുകൾ തന്നെ അഴിമതിയുടെ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ട് മാറുമ്പോൾ ജനം എങ്ങനെ സ്വീകരിക്കുക പിന്നെ അവരെ? അപ്പോൾ അവരുടെ ഐഡിയോളജി എന്താ? ഇവരിതുവരെ പറഞ്ഞത് കാപട്യമാണെന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പോൾ പല ആൾക്കാരെ ഇപ്പോൾ കോൺഗ്രസിലെയും BJPയിലൊക്കെ ഉള്ള പല നേതാക്കന്മാരും അത്യാവശ്യം സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് അവർക്ക് അറിയാമെന്നുള്ളത് അവർക്കും അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ പ്രതിച്ഛായ ഉണ്ടാക്കിയത്. ഇപ്പോൾ കരുണാകരനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, കരുണാകരനെ എന്ത് വിളിച്ചാലും കരുണാകരന് പ്രശ്നമൊന്നുമില്ല. കരുണാകരൻ അങ്ങനെയാണെന്നുള്ളത് അറിയാം. ആ കണ്ണിറുക്കലും ഉണ്ട്, അതിനകത്ത് എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു കൃത്രിമത്വം ഇല്ല. അതേസമയം അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയല്ല, മാസ്ക് വെച്ച് നിൽക്കുക ചെയ്തത്. ആ മാസ്ക് വെച്ച് നിന്ന് ജനങ്ങളെ പറ്റിക്കുമ്പം ഉണ്ടാവുന്ന ഒരു അപകടം ആ പാർട്ടിയുടെ തകർച്ചയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ദില്ലി കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷനകത്ത് ഇത്രയും പേര്, അതായത് അവരുടെ വിജയിച്ചവരിലെ ബഹുഭൂരിപക്ഷം പാർട്ടി വിടുക. ആ പാർട്ടി വിട്ട് അവർ ബദൽ സംവിധാനം ഉണ്ടാക്കി പോകുമ്പം അതിൻ്റെ അലയൊലികൾ ബാക്കിയുള്ള പ്രദേശത്ത് സംസ്ഥാനത്തിനകത്ത് ദില്ലി ക്കകത്ത് വിവിധ മേഖലകളിൽ വിവിധ മണ്ഡലങ്ങളിലൊക്കെയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ഇവരെ കൂടെ ചേരാൻ സാധ്യതയുണ്ടാവും. ഇവർ പിന്നീട് ചിലപ്പം ഒരു പക്ഷേ BJPയുമായിട്ട് അലയൻസിലേക്കും പോകാൻ സാധ്യതയുണ്ടാവും. കോൺഗ്രസുമായിട്ട് ഇപ്പോൾ ചേർന്നിട്ട് കാര്യമില്ല അവിടെ. കാരണം എനിക്കൊന്ന് കോൺഗ്രസിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നതിന് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടാനായിട്ടുണ്ടായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടി തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും അത് നമുക്ക് എടുത്തു പറയാതെ പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഒരു മതേതര മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൂടാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പല സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടങ്ങളിലെയൊക്കെ ഒരു സ്പോയിലറായിട്ട് AAP മാറിയിട്ടില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല സ്ഥലത്തും ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി നമ്മളെ AMMൻ്റെ അദ്ദേഹം ചെയ്തതുപോലെയുള്ള, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ BJPയുടെ B ടീമാണ് എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിഷൻഗഞ്ച് മേഖലയിൽ ഇദ്ദേഹം പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിലരൊക്കെ ജയിക്കുകയും ചെയ്തു. പക്ഷെ പല സീറ്റുകളിലും
ഇവർ നന്നായിട്ട് വോട്ട് പിടിച്ചു. ആ വോട്ട് പിടിച്ചത് ബി ജെ പിക്കാണ് ഗുണമായി തീർന്നത്. ആൻറ്റി ബി ജെ പി വോട്ടുകൾ സ്പ്ലിറ്റായിപ്പോയി. അപ്പം നമ്മുടെ ഈ ലാലു പ്രസാദ് യാദവും കോൺഗ്രസും ചേർന്നിട്ടുള്ള മുന്നണിക്ക് കിട്ടേണ്ടിയിരുന്ന സീറ്റ്, പിന്നെ പല സീറ്റുകളും നഷ്ടപ്പെടുത്തി കളഞ്ഞത് അസദുദ്ദീൻ ഒവൈസി പിടിച്ച വോട്ടാണ്. അതേ പരിപാടി തന്നെയാണ് മമതാ ബാനർജി ചെയ്തിട്ടുണ്ട്. ഇത് മമതാ ബാനർജി പലയിടത്തും കൊണ്ടുപോയി സ്ഥാനാർത്ഥികളെ നിർത്തി ഈ ദേശീയ പ്രധാനമന്ത്രിയാവണമെന്നുള്ള മോഹം തലയ്ക്ക് പിടിച്ച് പോയിരിക്കുകയായിരുന്നല്ലോ ഇവരെല്ലാം. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ബി ജെ പി ഓരോരുത്തരെയും കൃത്യമായിട്ട് ഇവരുടെ വരവ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ച്. അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് അവിടെ പോയി മത്സരിക്കുന്നു. ദില്ലിയിലെ സംസ്ഥാന രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ആളാവാൻ വേണ്ടി പോയതാണ്. സ്വന്തം വലുപ്പത്തെ ഓവറായിട്ട് ഞാൻ വല്ലാതെ അങ്ങ് വളർന്നുപോയി എന്ന് കരുതിയതിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഈ കുരുട്ടുബുദ്ധിയുടെയൊക്കെ ഫലമാണ്. ഗോവയ്ക്കകത്ത് പോയിട്ട് ഇവർ മത്സരിക്കുമ്പോൾ എന്തായത് വോട്ട് സ്പ്ലിറ്റായി. പല സ്ഥലത്തും അവരങ്ങനെ തന്നെ ചെയ്തു. ഗുജറാത്തിലെ ഒരു സ്ഥാനാർത്ഥികളെ നിർത്തി. മാത്രമല്ല ഇപ്പം ദില്ലി എന്ന് പറയുമ്പോൾ ദില്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് അത് സ്വാധീനം ചെലുത്തും. ഇപ്പോൾ പിന്നെ കൗബെൽറ്റിൽ ഒക്കെ ആൻറ്റി ബി ജെ പി വോട്ടുകൾ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആക്കുന്നതിനകത്ത് ഈ ഐഡിയോളജിക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബി ജെ പിയോട് അനുഭവമുള്ളവരായിട്ട് കോൺഗ്രസിനോട് കൂടുതൽ വിരോധം ആളുകൾക്കിടയിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ. കാരണം അരവിന്ദ് കെജ്രിവാൾ തന്നെ പറയുന്നത് കോൺഗ്രസ് അഴിമതി പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോണിയാഗാന്ധിക്കെതിരെ വരെ വ്യക്തിപരമായ പരാമർശങ്ങൾ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അവർ ആ ഹസാരയുടെ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം. അങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം കഴിവുള്ള ആളാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പിന്നെ ഗോരഖ്പൂർ IIT നിന്ന് MTech എടുത്ത ആളാണ്. അതിനുശേഷം പിന്നീട് IRS എടുത്ത് പിന്നെ ഇൻകം ടാക്സിലെ ജോയിൻറ്റ് കമ്മീഷണറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. ജോലി പിന്നീട് BRS എടുത്തിട്ടാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വരുന്നത്. അതുകൂടാതെ ഈ ആം ആദ്മി പാർട്ടി മുൻപോട്ട് വെക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ ചട്ടക്കൂടിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. കാരണം ഈ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഈ ഓഫർ നൽകി അധികാരത്തിലെത്താൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, ഇങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നൽകുന്ന വാഗ്ദാനങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിനുണ്ടാവുന്ന ബാധ്യത അത് നിസ്സാരമല്ലത് അല്ല, അത് വളരെ വലുതാണ്. പക്ഷെ അതിനെ എന്തുകൊണ്ട് ഈ ജനങ്ങൾ അവിടെ മടിയന്മാരായിട്ട് മാറുകയാണ്? കാരണം ജനങ്ങളെ സംബന്ധിച്ചിട്ട് അവർ അധ്വാനിക്കുന്നു. സർക്കാർ ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പൊതുജനത്തിന് വേണ്ടിയിട്ട്. കാരണം പൊതുഗതാഗതം നൽകുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്, സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബാധ്യതകൾ സർക്കാരിൻ്റെ തലയിൽ നിൽക്കെ തന്നെയാണ്. എല്ലാവരും തൊഴിലിന് പോകുന്ന ആളുകളാണ്, ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും അവർ ഉപയോഗിക്കുന്ന വെള്ളത്തിനും ഒക്കെ അത് സൗജന്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് നമ്മുടെ സംവിധാനങ്ങളെ തകർക്കുകയല്ലേ ചെയ്യുന്നത്. ദീർഘവീക്ഷണമുള്ള ഒരു നേതാക്കൾക്കും എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും അവശരായ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനകത്ത് കുഴപ്പമില്ല. ഞാൻ പറയുന്ന പോലെ ഇപ്പം നമ്മൾ റേഷൻ സംവിധാനം പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ കറണ്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇത്ര യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്നവർക്ക് വൈദ്യുതിയുടെ ചാർജ് ഫ്രീ ആക്കി കൊടുത്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇവർ ഈ കൊണ്ടുവന്ന ഇത്തരം പിന്നെ ഓഫറുകൾ വെക്കുമ്പം അത് അവിടെ പിന്നെ സിബി താമസിച്ചാലും ഞാൻ താമസിച്ചാലും മുകേഷ് അംബാനി താമസിച്ചാലും ഒക്കെ അവർക്ക് കിട്ടുക, ആര് താമസിച്ചാലും കിട്ടുക. വീട്ടിൽ എല്ലാ റൂമിലും AC വെച്ചവനും ഈ സൗജന്യ വൈദ്യുതി കൊടുക്കുന്നത്. ആ രീതിയിലേക്കുള്ള ഓഫറുകൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാം. കോവിഡ് കാലഘട്ടത്തിൽ അന്ന് ഈ കിറ്റ് കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ് കൊടുക്കേണ്ടവന് കൊടുക്കണം. പണിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക്, പിന്നെ സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്തവർക്കൊക്കെ കൊടുക്കണം. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനകത്ത് ഒരു എതിർപ്പില്ല. പക്ഷേ ഇവിടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ആരാ? എല്ലാവരും കിട്ടുക. ആ രീതിയിലേക്കായിരുന്നു. അപ്പോൾ അതൊരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തൽക്കാലത്തേക്കുള്ള ഒരു പിന്നെ പൊടിക്കൈ പ്രയോഗങ്ങൾ അത് രാജ്യത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത തലമുറകളെ ബാധിക്കും. നമ്മുടെ മറ്റു പല മേഖലകളിലേക്കും പോകേണ്ടത് ഇത് കടക്കണിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഷോർട്ട് ടൈം അജണ്ടകളാവരുത് ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നെ മുന്നോട്ട് വെക്കേണ്ടത്. അവർ അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കാനും രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാനും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ അജണ്ടകൾ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇലക്ഷന് ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ജയലളിതയും കരുണാനിധിയും മാറി കാണിച്ചുകൊണ്ടിരുന്നതും ഇത്തരം വ്യത്യാസങ്ങളായിരുന്നു. അപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വരെ പിന്നെ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഓവർ കോൺഫിഡൻ്റ് ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിന് ഇനി ദില്ലിയിലെ മുഖ്യമന്ത്രി പോയിട്ട് ദില്ലിയുടെ പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് പോലും ആവാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരുപക്ഷെ ഇതൊരു അഭിമാനകരമായ നിമിഷമാണ്. കാരണം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടിയാണ് ഇന്ത്യയിൽ അന്ത്യം കുറിക്കുന്നത്. അത് ഏതൊക്കെയായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് മഹത്തരമായിരിക്കും എന്നാണ് കരുതുന്നത്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.